എന്തിപ്പോ രണ്ടാളും കൂടി ഇങ്ങനെ ഇങ്ങോട്ട് പോന്നു. എന്നാ ഇരിക്കട്ടോ ഞാൻ പോരാ. ഒരു വന്നോ ഒരു വന്നിക്കണോ അറിഞ്ഞോണ്ട് ചാടി കളിക്കണ്ട. അല്ലെങ്കിൽ ഓരോട്ട് വരുമ്പോ ഞാൻ ഫ്രിഡ്ജിലുള്ള പിന്നെ ചിക്കനും മീനും ഒക്കെ പാടെടുത്ത് കണ്ടിട്ട് ഒന്നായിട്ട് പൂക്കാൻ നടക്കണ്ട. ഒരു 3 ദിവസം നിൽക്കാല്ലോ ഇതാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾ താത്തമാരല്ലേ? നിങ്ങൾ എന്ത് വർത്താനം താത്തമാരാണ് നെല്ലിട്ട് ഒന്നായിട്ട് ഇവിടെ വന്ന് നിൽക്കല. ഒരു എപ്പോഴും വന്നുകൊണ്ട് പോകാന്നല്ല, ഒരു 2 ദിവസം നിൽക്കാനാണല്ലോ വന്നത്. ഇന്റെ ഇക്കങ്ങളെ സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക്. നിങ്ങൾ ചോരല്ലത്. അവര് സ്കൂള് പൂട്ടുമ്പോ 2 ദിവസം വന്ന് നിക്കണേ നിങ്ങൾ എന്തിനാ അത്ര അങ്ങനെ പറയണേ? നിക്കണേന് ഇവിടെ ചെലവ് മുണുങ്ങാൻ വേണ്ടേ? ഈ മുരിങ്ങാഴ്ച കൊടുത്താ മതിയോ? പിന്നെ ചിക്കനോ ബീഫോ അങ്ങനെ സാധനങ്ങളോ ഓർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓരെന്താ കഞ്ഞാണെങ്കിൽ കഞ്ഞാ വെച്ചാ അവര് പിന്നെ നിങ്ങൾ താത്തമാരെല്ലാം ചെലവിന് പൈസ എങ്ങനെ അങ്ങനൊന്നും പറയല്ലിക്ക. നിങ്ങൾ ചേച്ചിമാരല്ല, അങ്ങനെ ഒന്നും പറയരുത് ഒരിക്കലും. അങ്ങനെ പറയരുത്. അതെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. വെറുതെ അവരെ ദേഷ്യപ്പെടുത്ത ഓരോന്ന് പറയാതിരുന്നാ മതി. പാവങ്ങൾ അതൊക്കെ ഞാൻ നോക്കിയോളാം. അതൊക്കെ ഞാൻ നോക്കിയോളാം. നിങ്ങൾ അടുക്കള കാര്യം ഒന്നും ഇടപെടണ്ട. പിന്നെ അവരെടുത്ത് മോശമായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കും. ഇനി മുഖം പിടിച്ചിട്ട് അങ്ങനെ ഓരോ മുന്നിൽ പോവുകയും ചെയ്യല്ലേ. ഒന്ന് ചിരിച്ചും കളിച്ചൊക്കെ നിൽക്ക്. നിങ്ങളൊരു ആങ്ങളല്ലോ ഉള്ളവർക്ക്. അവർ നിങ്ങളെ കാണാനല്ലേ ഈ സ്കൂൾ കൂടുന്ന സമയത്തൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ ആങ്ങളെന്നെ പോകുന്നത് എങ്ങനെ അതൊന്നും പെരുമാറരുത്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് മാറുന്നേ. ഞാൻ അവർക്ക് കേൾക്കുങ്ങൾ ഉറക്ക സംസാരിക്കണേ. മോശമാണ് ഇക്ക. എന്തൊക്കെ പറഞ്ഞാലും ചോര തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വന്ന ഓടി വരെ അവരെ ഉണ്ടാവുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കിക്കോളി. നിങ്ങൾ ഈ പൈസയും ഇതൊന്നും ഉണ്ടാവൂല. മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർ തന്നെ വേണം. അത് ഓർമ്മ വന്നോട്ടെ. ഇങ്ങോട്ട് എന്താണ് ഞാൻ അവരുടെ അടുത്തൊന്ന് പോയോക്കട്ടെ. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും ഉണ്ടായിരുന്നാ മതി. വന്നിട്ട് കുറച്ചേരായില്ലേ? ഞാൻ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്തായാലും 2 ദിവസം നിക്കാൻ വന്നല്ലേ നിങ്ങള്? ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. വേണ്ട മോളെ, ഞങ്ങള് എന്താ നിങ്ങള് 2 ദിവസം നിക്കാൻ പറഞ്ഞു വന്നല്ലേ? കുഴപ്പമില്ല, ഞങ്ങള് പോവുക. എന്താ ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനം മാറ്റി? അതൊന്നുമല്ല, നിങ്ങളൊന്നും പറയരുത്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വന്നല്ലേ, പോവാം. അത് കുഴപ്പമില്ല. എന്നാ ശരിയാവൂല. അവനത് ബുദ്ധിമുട്ടാണ്. ഒത്തിരി നാള് ഞങ്ങളെ നോക്കി കഷ്ടപ്പെട്ടല്ലേ. ഇനി അവനെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല. ഞങ്ങള് പിള്ളേർക്ക് സ്കൂളൊക്കെ പൂട്ടിയപ്പോ 2 ദിവസം ഇവിടെ വന്ന് നിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പോന്നതാ. അവന്റെ കൂടെ നിക്ക ഒരു സന്തോഷല്ലേ നമുക്ക്. അത് കാരണം അതിന് എനിക്കും ഇക്കാക്കും സന്തോഷമായി. ഇക്കാന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ. ഒരു മനസ്സിലൊന്നും വെച്ചിട്ടല്ല. അത് ഞങ്ങൾക്കറിയാം. തീരുമാനം എടുത്ത് പോവല്ലേ. ഞങ്ങള് പോട്ടെ മോളെ, അവനത് ബുദ്ധിമുട്ടാവൂലേ. അതുകൊണ്ടാ ഞങ്ങളിനി ഇവിടെ നിന്നാ ശരിയാവൂല. വീടെന്നും പറഞ്ഞ് കയറുവനെ ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് വന്ന സ്കൂള് കൂട്ടിയല്ല, 2 ദിവസം അവന്റെ അടുത്ത് നിക്കാന്ന് വിചാരിച്ചു വന്നതാ. അതിന് ഇക്കാക്ക് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ഇക്കാന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയല്ലേ, ഞങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഞങ്ങൾക്ക് അറിയാം, അവൻ ദേഷ്യമൊന്നും ഇല്ലെന്ന്. അവനങ്ങനെ നേരത്തെ പറയണതല്ലേ. പക്ഷെ ഞങ്ങൾക്കിപ്പോ കേട്ടപ്പോ ഒരു ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. അതിന് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നിങ്ങൾ പോവാൻ തീരുമാനിച്ചു? ഞങ്ങൾ പോട്ടെ, പോയിട്ട് ഇടക്ക് വരാം. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ശരി കേട്ടാ. അവര് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? മര്യാദയ്ക്ക് അവരെ പോയി വിളിച്ചേ ചെല്ലാണ്ട്. പിന്നെ ഇന്ന് പോണ്ട, ഇങ്ങോട്ട് കയറി. അത് സാരമില്ല മോനെ, പോണം. അല്ലേ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാനത് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഇതാക്കണ്ട. എന്റെ ഒരു സ്വഭാവം അങ്ങനെയൊക്കെ ആയി. അത് കുഴപ്പമില്ല മോനെ. അതെ, നീ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. പാപ്പ ഇല്ലാങ്കിലും ഞങ്ങൾ ഒരു കുറവും വരുത്താതെ നീ നോക്കിയില്ലേ. ഇനി നിന്റെ വിഷമം നീ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങള് ക്ഷമിച്ചടാ. വിഷമിക്കില്ല കേട്ടോ. എന്നാലും ഒന്ന് പോണ്ടട്ടോ, ഒന്ന് ഇവിടെ നിക്കണം. വേണ്ട, അല്ല ഇപ്പൊ നിങ്ങള് 2 ദിവസം നിക്കാൻ വേണ്ടി വന്നാണ്. ഇനി ആ 2 ദിവസം നിന്നിട്ട് പോയാൽ മതി കേട്ടാ.
അല്ലാ